നമസ്കാരം. പാകിസ്ഥാനുമായുള്ള തടസ്സമില്ലാത്ത സംഭാഷണങ്ങളുടെ യുഗം അവസാനിച്ചു എന്ന സുപ്രധാനമായ വെളിപ്പെടുത്തലുമായി എസ് ജയശങ്കർ രംഗത്ത് വന്നിരിക്കുകയാണ്. അയൽരാജ്യമായ പാകിസ്ഥാനുമായുള്ള ഇന്ത്യയുടെ ബന്ധത്തെക്കുറിച്ച് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ വിശദമായ കാര്യങ്ങൾ പങ്കുവച്ചത് വെറുതെയല്ല. അതിന് പിന്നിൽ കൃത്യമായ കണക്കുകൂട്ടലുകളുണ്ട്. പാകിസ്ഥാനുമായുള്ള തടസ്സമില്ലാത്ത സംഭാഷണത്തിന്റെ യുഗം അവസാനിച്ചുവെന്ന് താൻ കരുതുന്നു. പ്രവർത്തനങ്ങൾക്ക് അനന്തര ഫലങ്ങളുണ്ട്. പാകിസ്ഥാനുമായി നമുക്ക് എന്ത് തരത്തിലുള്ള ബന്ധമാണ് ആലോചിക്കാൻ കഴിയുക എന്നതാണ് ഇപ്പോഴത്തെ വിഷയം. സംഭവങ്ങൾ പോസിറ്റീവോ നെഗറ്റീവോ ആയാലും തങ്ങൾ നിഷ്ക്രിയരല്ല, എല്ലാത്തിനോടും പ്രതികരിക്കും എന്നാണ് ഇന്ത്യയെ പ്രതിനിധീകരിച്ച എസ് ജയശങ്കർ പറഞ്ഞത്. അഫ്ഗാനിസ്ഥാനുമായി ശക്തമായ ജനങ്ങൾ തമ്മിലുള്ള ബന്ധമുണ്ടെന്നും ജയശങ്കർ പറഞ്ഞു വെക്കുന്നുണ്ട്. അഫ്ഗാനിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ശക്തമായ ആളുകളും ജനങ്ങളുമായുള്ള ബന്ധമുണ്ട്. യഥാർത്ഥത്തിൽ ഒരു സാമൂഹിക തലത്തിൽ ഇന്ത്യയുടെ ഒരു പ്രത്യേക മനസ്സുണ്ട്. നമ്മുടെ അഫ്ഗാൻ നയം, അതായത് ഇന്ത്യയുടെ അഫ്ഗാൻ നയം അവലോകനം ചെയ്യുമ്പോൾ നമ്മുടെ താല്പര്യങ്ങളെക്കുറിച്ച് നമുക്ക് വ്യക്തമായ ചിന്തയുണ്ട് എന്ന് താൻ കരുതുന്നുവെന്നും അദ്ദേഹം പറയുന്നുണ്ട്. അമേരിക്കൻ സേനയുടെ സാന്നിധ്യമുള്ള അഫ്ഗാനിസ്ഥാൻ അമേരിക്കയുടെ സാന്നിധ്യമില്ലാത്ത അഫ്ഗാനിസ്ഥാനിൽ നിന്ന് വളരെ വ്യത്യസ്തമാണെന്നും വിദേശകാര്യമന്ത്രി കൂട്ടിച്ചേർത്തു. അതേപോലെ തന്നെ ബംഗ്ലാദേശുമായി പരസ്പര താല്പര്യങ്ങളുള്ള ഒരു അടിത്തറ ഇന്ത്യ കണ്ടെത്തേണ്ടതുണ്ട് എന്നും ഇന്നത്തെ സർക്കാരുമായി ഇന്ത്യ ഇടപെടുമെന്നും ജയശങ്കർ പറയുന്നുണ്ട്. പാകിസ്ഥാന്റെ ഇന്റർ സർവീസസ് ഇന്റലിജൻസ് ISI തീവ്രവാദ ഗ്രൂപ്പുകളുമായി അനിഷേധ്യമായ സങ്കീർണത ഉണ്ട് എന്ന് മുൻ US ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ലഫ്റ്റനന്റ് ജനറൽ HR മക്മാസ്റ്റർ വെളിപ്പെടുത്തിയതും ഇപ്പോൾ ചർച്ചയാകുന്നുണ്ട്. തീവ്രവാദികൾക്ക് സുരക്ഷിത താവളങ്ങൾ നൽകുന്നത് പാകിസ്ഥാൻ തുടരുകയാണ്. നമുക്കറിയാം, നിലവിൽ അതിർത്തിയിൽ നുഴഞ്ഞുകയറ്റം ശക്തമാകുന്നതിന് പിന്നിൽ പാകിസ്ഥാന്റെ കറുത്ത കരങ്ങളാണ് എന്നുള്ളത്. കശ്മീർ ഇരു രാജ്യങ്ങൾക്കുമിടയിലെ അടിസ്ഥാന പ്രശ്നവും പരിഹരിക്കപ്പെടാത്ത അതിർത്തി തർക്കവുമാണ്. നിരവധി പോസിറ്റീവ് ശ്രമങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിലും സമീപകാലത്ത് ഇന്ത്യ പാകിസ്ഥാൻ ബന്ധം ഏറ്റവും താഴ്ന്ന നിലയിലെത്തി എന്നതാണ് മനസ്സിലാക്കേണ്ടത്. ഇന്ത്യ പാകിസ്ഥാൻ ബന്ധത്തിലെ കാതലായ പ്രശ്നങ്ങളെ അടിവരയിട്ട് പറയേണ്ടതുണ്ട്. അതിർത്തി കടന്നുള്ള സംഘർഷങ്ങളുടെ വർധനവ് എടുത്തു പറയേണ്ടതാണ്. തീവ്രവാദം, കശ്മീർ തർക്കം തുടങ്ങിയ ദീർഘകാല പ്രശ്നങ്ങളാൽ അടയാളപ്പെടുത്തുന്ന സങ്കീർണമായ ബന്ധമാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ളത്. കുറ്റവാളികൾക്കെതിരെ വിശ്വസനീയമായ നടപടിയെടുക്കാൻ ഇന്ത്യ പാകിസ്ഥാനോട് ആവശ്യപ്പെടുന്നു. പക്ഷേ പാകിസ്ഥാൻ എപ്പോഴും ഭീകരരെ ചേർത്ത് നിർത്തുന്ന ഒരു പ്രവണതയാണ് കാട്ടിയിട്ടുള്ളത്. കശ്മീർ സംഘർഷം ഒരു കേന്ദ്ര ബിന്ദുവായിട്ട് തുടരുന്നുണ്ട്. ഇരു രാജ്യങ്ങളും പ്രദേശത്തിന്മേൽ പരമാധികാരം അവകാശപ്പെടുന്നു. ഷിംല കരാർ, അതേപോലെ തന്നെ ലാഹോർ ഉച്ചകോടി തുടങ്ങിയവയിലൂടെ ബന്ധം മെച്ചപ്പെടുത്തുവാൻ ശ്രമിച്ചിട്ടും അവിശ്വാസം നിലനിൽക്കുന്നു എന്നതാണ് മനസ്സിലാക്കേണ്ടത്. ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ഇന്ത്യ പാക് യുദ്ധങ്ങളെ തുടർന്ന് കശ്മീരിന്റെ ചില ഭാഗങ്ങൾ പാകിസ്ഥാൻ നിയന്ത്രണത്തിലാക്കുകയും നിയന്ത്രണ രേഖ സ്ഥാപിക്കുകയും ചെയ്തതിനു ശേഷമാണ് POK രൂപീകരിച്ചത്. എന്താണ് ഈ നിയന്ത്രണ രേഖ? LOC. അതിലേക്ക് വരുമ്പോൾ കശ്മീരിനെ ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങളായി വിഭജിക്കുന്ന യഥാർത്ഥ അതിർത്തിയാണ് ഈ LOC. 1948 വെടിനിർത്തലിന് ശേഷം ഇത് ഉടലെടുത്തു. പിന്നീട് 72 ഷിംല കരാറിൽ ഇത് ഔപചാരികമായി. ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും വിവിധ സുരക്ഷാ സേനകളാണ് അതിർത്തി കാക്കുന്നത്. ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് ഇന്ത്യൻ ഭാഗത്ത് അന്താരാഷ്ട്ര അതിർത്തി സംരക്ഷിക്കുന്നു. അതേസമയം നിയന്ത്രണ രേഖയും യഥാർത്ഥ ഗ്രൗണ്ട് പൊസിഷൻ രേഖയും സംരക്ഷിക്കുന്നതിനുള്ള ഉത്തരവാദിത്തം ഇന്ത്യൻ സൈന്യത്തിനാണ് എന്നതും എടുത്തു പറയേണ്ടതുണ്ട്. എപ്പോഴും ഇന്ത്യ പാകിസ്ഥാൻ ബന്ധങ്ങൾ നോക്കുമ്പോൾ ദക്ഷിണേഷ്യയിലെ രണ്ട് അയൽരാജ്യങ്ങളായ ഇന്ത്യയും പാകിസ്ഥാനും സങ്കീർണവും പലപ്പോഴും പിരിമുറുക്കമുള്ളതുമായ ബന്ധമാണ് പങ്കിടുന്നത്. അവരുടെ ബന്ധങ്ങളുടെ ചരിത്രം നോക്കുമ്പോൾ സംഘർഷങ്ങൾ, പ്രാദേശിക തർക്കങ്ങൾ, രാഷ്ട്രീയ സംഘർഷങ്ങൾ എന്നിവയാൽ അത് അടയാളപ്പെടുത്തുന്നുണ്ട്. എന്തായാലും ഇന്ത്യയുടെ പക്ഷം എപ്പോഴും ശരിയുടേതാണ്. കാരണം ഇന്ത്യ സമാധാനത്തിന്റെ പക്ഷമാണ് പിടിക്കുന്നത്. എന്നാൽ പാകിസ്ഥാൻ നേരെ മറിച്ച് ഭീകരവാദത്തിന്റെയും ഭീകരവാദികളെ ഇന്ത്യയിലേക്ക് വിട്ടുകൊണ്ടുള്ള ഒരു രീതിയാണ് എപ്പോഴും പുറത്തെടുക്കുന്നത്. ഇന്ത്യയിൽ അശാന്തി പടർത്തുക, സമാധാനം ഇല്ലാതാക്കുക എന്ന ലക്ഷ്യം പാകിസ്ഥാനിൽ വ്യക്തമായിട്ടുണ്ട് എന്നത് മനസ്സിലാക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ കണ്ട ചർച്ചകളൊന്നും ഒരിക്കലും ഫലം കാണാത്തതും അല്ലെങ്കിൽ സമാധാനത്തിലൂന്നി അയൽ രാജ്യങ്ങളായി പാകിസ്ഥാന് ഇന്ത്യയോട് ചേരാൻ കഴിയാത്തത്. കാരണം ഇന്ത്യയുടെ കൂട്ടുകെട്ടിൽ നേരുണ്ട്, നെറിയുണ്ട്. പക്ഷേ പാകിസ്ഥാൻ അത്തരത്തിലുള്ള രീതികളല്ല പിന്തുടരുന്നത് എന്നതാണ് നമ്മൾ ആത്യന്തികമായി മനസ്സിലാക്കേണ്ടത്.